സ്ക്രോൾ എന്ന് പറഞ്ഞൊരു പോർട്ടൽ, വളരെ നല്ലൊരു പോർട്ടലാണ് ജേർണലിസം ചെയ്യുന്ന. അപ്പോൾ അവരൊരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. അതായത് ടാറ്റ ഗ്രൂപ്പ് ഏകദേശം 753 കോടിയോ 158 കോടി രൂപയോ BJPക്ക് ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കൊടുത്തു കഴിഞ്ഞ് എന്താ ടൈമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡൊണേഷൻ, അതായത് അവർ ഏകദേശം 84%, കോൺഗ്രസിന് കൊടുത്തിരിക്കുന്നത് 77 കോടിയും BJP കൊടുക്കുന്ന 753 കോടി. അത് എനിക്ക് കൊടുക്കുന്ന ഇന്ത്യയിലെ സർവ്വകാല റെക്കോർഡ്. പബ്ലിക്കായിട്ട് അതിൽ കൂടുതൽ രസമായിട്ട് ആളുകൾ കൊടുക്കണമെന്ന് അറിയില്ല. പബ്ലിക്കായിട്ട് ഒരു കമ്പനി, ഒരു ഗ്രൂപ്പ് ഇങ്ങനെ കൊടുക്കുന്നത് ഒരു സർവ്വകാല റെക്കോർഡാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനതിന് മുമ്പ് കേട്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഡൊണേഷൻ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന് 17 ദിവസം മുമ്പാണ് ഈ ഡൊണേഷൻ കൊടുക്കുന്നത്. ലോക്സഭ ഇലക്ഷൻ്റെ 17 ദിവസം മുമ്പ് 750 കോടി രൂപ BJP കൊടുക്കുന്നു. അതിനകത്ത് പ്രത്യേകത, ഈ ഡൊണേഷൻ എപ്പോഴാണ് കിട്ടുന്നത്? ഈ ഡൊണേഷൻ കിട്ടുന്നതിന് 4 ആഴ്ച മുമ്പ് 2 സെമികണ്ടക്ടർ പ്രോജക്ട്സ് യൂണിയൻ ക്യാബിനറ്റ് ടാറ്റ ഗ്രൂപ്പിന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. ആ 2 പ്രോജക്ട്സിനകത്ത് 44,000 രൂപയുടെ കോടി സബ്സിഡി കിട്ടിയ ഒരു ഗ്രൂപ്പ്, എത്രയോ നമ്മൾ പലരും ബഹുമാനിക്കുന്ന ഗ്രൂപ്പായിരിക്കാം ടാറ്റ, അതിനൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. 44,000 രൂപ സബ്സിഡി ഉള്ള 2 പ്രോജക്റ്റ് കിട്ടിയ ഒരു വ്യവസായ സ്ഥാപനം 4 ആഴ്ച കഴിഞ്ഞ് 753 കോടി രൂപ കൊടുക്കുന്നു. അതായത് 17 ദിവസം മുമ്പ് ഉള്ള ഇലക്ഷന് മുമ്പ് കൊടുക്കുന്നു. ഇത് ഒരു പത്രം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, എത്ര പത്രങ്ങൾ ഇത് ഒരു പോർട്ടൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ്. ടാറ്റ ഗ്രൂപ്പ് അത് ഡിനേ ചെയ്തിട്ടില്ല, യൂണിയൻ ഗവൺമെൻറ് ഡിനേ ചെയ്തിട്ടില്ല, ആരും അതിനെ ഡിനേ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സ്റ്റോറിയെ നാം എത്ര പത്രങ്ങൾ, എത്ര മാധ്യമ സ്ഥാപനങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുള്ള വലിയൊരു ചോദ്യം വരുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം 54 ടൈംസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ ആളുകൾ കളിയാക്കുന്നുണ്ട്. കാര്യം ഇത്രയും സബ്സിഡി കിട്ടിയ, അതായത് 750 കോടി നല്ലൊരു ടാറ്റ ഗ്രൂപ്പിന് വളരെ നല്ലൊരു മാർഗേനാണ്. അവർ ഇത്രയും പൈസ കൊടുത്തെങ്കിലും എന്ന് പോലും കളിയാക്കി പറയുന്നു. അപ്പോൾ ഇതിനൊന്നും റെസ്പോണ്ട് ചെയ്യാതെ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ മാധ്യമങ്ങൾ തയ്യാറില്ല എന്ന് മാത്രമല്ല, ഞാൻ മലയാളത്തിൽ ഏത് പത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാനൊരു കട്ടിങ് കണ്ടതാണ്. ഒരു സിംഗിൾ കോളം, വളരെ ചെറിയ ഈ ചരമമൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു പാരഗ്രാഫിൽ 1-2 പാരഗ്രാഫിൽ ഈ സ്റ്റോറി റിപ്പോർട്ട് ചെയ്ത പത്രങ്ങൾ, അതായത് 700, അത് മറ്റു കാര്യം പറയുന്നില്ല, ടാറ്റ ഗ്രൂപ്പ് 750 കോടി 83 കോടി രൂപ ഇവർക്ക് കൊടുത്തു, കോൺഗ്രസിന് 74 കോടി രൂപ കൊടുത്തു എന്ന് പറയും.